ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് വീണ്ടും സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അന്നേരം 1-3 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻ്റ് ആയിരുന്നു നമ്മൾ നേരത്തെ വീഡിയോകളിൽ കണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് 1-5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ് നോക്കാം. നമ്മൾ ഇൻട്രൊഡക്ടറി ക്ലാസ്സിൽ ഇതേ സെയിം റിയാക്ഷൻ കാണുകയുണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് എ 1-5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെൻറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ഹാപ്പനിങ്, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് അലൗഡ് അണ്ടർ തെർമൽ കണ്ടീഷൻ. സോ എന്തുകൊണ്ട് ഈ റിയാക്ഷൻ തെർമൽ കണ്ടീഷനിൽ നടക്കുന്നു അത് നമുക്ക് FMO അപ്രോച്ച് വെച്ച് ഈസിലി മനസ്സിലാക്കുവാൻ കഴിയും നമുക്ക്. സോ അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത്. സോ അത് മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ റിയാക്ഷനിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ഒരേ സമയത്ത് ഈ ഹൈഡ്രജൻ ഈ കാർബണുമായും ബോണ്ടഡ് ആണ്. ഓക്കെ, ഇൻ ദ ട്രാൻസിഷൻ സ്റ്റേറ്റ്. സോ ഞാൻ അവിടെ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് എ 6-membered ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ ആറ്റം ഒരേ സമയത്ത് ഈസ് അറ്റാച്ച്ഡ് ടു ബോത്ത് ദി കാർബൺ ആറ്റംസ്. ഈസ് അറ്റാച്ച്ഡ് ടു ബോത്ത് ദി കാർബൺ ആറ്റംസ്. സോ നമ്മളിത് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ടത് ആസ് എ പെൻറ്റാഡൈനൈൽ. സോ ഇവിടെ ഈ ഹോമോളിറ്റിക് ക്ലീവേജ് അഥവാ ഇവിടെ നടക്കുവാണെങ്കിൽ ഇവിടെ ഒരു റാഡിക്കൽ ഫോം ആകും. ഓക്കെ, ഇവിടെ റാഡിക്കൽ ഫോം ആകുമ്പോൾ നമുക്കറിയാം ഇറ്റ് വുഡ് ബി എ പെൻറ്റാഡൈഇനൈൽ റാഡിക്കൽ ബിക്കോസ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 1, 2, 3, 4, 5. So it is a diene and we have a radical being generated. So it is a pentadienyl radical and the reaction between hydrogen atom. So അവിടെ ചെയ്തതുപോലെ തന്നെ അവിടെ നമ്മൾ അലൈൽ റാഡിക്കൽ ആയിരുന്നു കണ്ടത്. ഇവിടെ പെൻറ്റാഡൈനൈൽ റാഡിക്കലും ഹൈഡ്രജൻ ആറ്റമും തമ്മിലുള്ള കോമ്പിനേഷനാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ നമ്മൾക്ക് ഈ റിയാക്ഷൻ ഫീസിബിൾ ആണോ അല്ലയോ എന്നറിയണമെങ്കിൽ ഈ പെൻറ്റാഡൈനൈൽ റാഡിക്കലിൻ്റെ ഹോമോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ സിമെട്രി എന്താണ്? ബിക്കോസ് നമുക്കറിയാം കൺസർവേഷൻ ഓഫ് ഓർബിറ്റൽ സിമെട്രി തിയറിയിൽ ബേസിക്കലി നമ്മൾ സിമെട്രി വെച്ചാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വെദർ ആ റിയാക്ഷൻ നടക്കാൻ പോസിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന്. സോ ലെറ്റ് us ലുക്ക് ഇൻ ടു ദ ഹോമോ ഓഫ് ദ പെൻറ്റാഡൈനൈൽ റാഡിക്കൽ. നമുക്കറിയാം പെൻറ്റാഡൈനൈൽ റാഡിക്കലിൽ വി ആർ ലുക്കിംഗ് ഇൻ ടു 5 സെറ്റ് ഓഫ് അൺഹിബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ. ഓക്കെ, ഓരോ കാർബണിലും ഓരോ അൺഹിബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വി വിൽ കമ്പൈൻ 5 അൺഹിബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ ലീഡിങ് ടു 5 മോളിക്കുലർ ഓർബിറ്റൽ. സോ നമുക്ക് കിട്ടും Ψ1, Ψ2, Ψ3, Ψ4, Ψ5. സോ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ അങ്ങനെ നമ്മളിവിടെ അറേഞ്ച് ചെയ്യുമ്പോൾ 5 മോളിക്കുലർ ഓർബിറ്റൽ കിട്ടും. സോ ഇവിടെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഇലക്ട്രോൺ ഫ്രം ദ റാഡിക്കൽ ആൻഡ് ദെൻ 2 ഈച്ച് ഫ്രം ദ പൈ ബോണ്ട്സ്. സോ ടോട്ടൽ 5 ഇലക്ട്രോൺസ്. സോ 5 ഇലക്ട്രോൺസ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കോൺഫിഗറേഷനാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം ഏറ്റവും ബോണ്ടിങ് വുഡ് ബി സിമെട്രിക്, ദെൻ അതർ വുഡ് ബി ആൻറ്റിസിമെട്രിക്, സിമെട്രിക്, ആൻറ്റിസിമെട്രിക്, സിമെട്രിക്. സോ നമുക്കറിയാം ഹോമോ ദാറ്റ് ഈസ് Ψ3 ഈസ് സിമെട്രിക് ഇൻ നേച്ചർ. സോ തെർമൽ കണ്ടീഷൻ ദാറ്റ് ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഹോമോ ഈസ് സിമെട്രിക്. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻഡ് ലോബിനെ ഈ രീതിയിൽ വരച്ചു. സോ ഇവിടെ ഒരു ചെറിയ തെറ്റുണ്ട്. അതെന്തുവാന്ന് ചോദിച്ചാൽ ഇത് അലൈൽ റാഡിക്കൽ മാതിരിയാണ് ഞാനിവിടെ വരച്ചേക്കുന്നത്. സിൻസ് ഇറ്റ്സ് എ പെൻറ്റ, ഇതൊരു സിസ്റ്റം, ഇറ്റ്സ് മെയ്ഡപ്പ് ഓഫ് 5 കാർബൺ ആറ്റം. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ജസ്റ്റ് കണക്ട് ഇറ്റ് യൂസിങ് എ ലൈൻ ഇമാജിനറി ബോണ്ട് ലൈക്ക് ദിസ്. ഓക്കെ, ഡോണ്ട് ഡ്രോ ലൈക്ക് ദിസ്. ഓക്കെ, ഇത് നമുക്ക് 1-3 സിസ്റ്റത്തിൽ ഇങ്ങനെ വരയ്ക്കാം. പക്ഷേ സിൻസ് വി ആർ ഡീലിംഗ് വിത്ത് 1-5 സിസ്റ്റം, either you can draw like this and double bonds accordingly, or you can simply show a curved line joining the two ends of these carbon atoms. Okay, so അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ because we only need, നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡ് ലോബ്സിൻ്റെ സിമെട്രിയും അതിൻ്റെ കോമ്പിനേഷൻ വിത്ത് ദ ഹൈഡ്രജൻ ആറ്റം ആണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഓർബിറ്റലിൽ എന്തോ നടക്കുന്നു അതിനെപ്പറ്റി നമുക്ക് അധികം വറി ചെയ്യേണ്ട ആവശ്യം ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ പറഞ്ഞത് ബാക്കി ഉള്ളതിനെ നമുക്ക് ഇങ്ങനെ ഒരു
കേർവായിട്ട് ഷോ ചെയ്യാം. ഞാൻ ഒന്നുകൂടിയും വരച്ച് കാണിക്കാം, നിങ്ങൾക്കിവിടെ ഒരു കൺഫ്യൂഷൻ തോന്നിക്കാണും. സോ ഞാൻ അഥവാ ഇവിടെ വരയ്ക്കുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ലോബ് മാതിരി വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഷോ ചെയ്യും. സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ് ഈസ് എ പെൻറ്റാഡൈൻലൈൻ സിസ്റ്റം. എന്നിട്ട് ഈ എൻഡ് ലോബിൻ്റെ സൈൻ ഞാൻ മാത്രം കറക്റ്റ്ലി ഇവിടെ വരയ്ക്കും. ഓക്കെ, ഇങ്ങനെ ഷോ ചെയ്താലും മതി. ഫൈൻ. സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ഹൈഡ്രജൻ ആറ്റമാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സോ ഹൈഡ്രജൻ ഇപ്പം പ്ലസ് വരയ്ക്കുവാണെങ്കിൽ it is able to form superficially bond with the both the end lobes. Okay, because അത് എല്ലാം ഇൻ ഫേസ് ആണ്. അതുകൊണ്ട് തന്നെ സൂപ്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ സിമെട്രി അലൗഡ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ സൂപ്രാഫേഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ജോമെട്രി അലൗഡ് ആസ് വെൽ. ഓക്കെ, അതേ സമയത്ത് നമ്മളത് ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ നോക്കുവാണെങ്കിൽ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആകുമ്പം ഇത് വുഡ് ബി എക്സൈറ്റഡ് ടു Chi4. സോ അവർ സിമെട്രി ബിക്കംസ് ആൻഡ് ഹോമോസിമെട്രി ബിക്കംസ് ആൻറ്റിസിമെട്രിക്. ഓക്കെ, സോ ആൻറ്റിസിമെട്രിക് ആകുമ്പം വീണ്ടും ഞാൻ മുകളിൽ കാണിച്ച പോലെ ഇറ്റ്സ് അലൈൽ റാഡിക്കലാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ഡ്രോൺ വിത്ത് എ കർവ്ഡ് ലൈൻ ലൈക്ക് ദിസ്. ഓക്കെ, ദാറ്റ് വിൽ സഫൈസ് യുവർ പെൻറ്റാഡൈനൈൽ സിസ്റ്റം because we need only the symmetry of the end lobes. Okay, so അന്നേരം നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഈ ഫേസും ഇൻ ഫേസ് ആണ്. പക്ഷേ മുകളിലത്തെ ലോബ് ഓഫ് ദ സെക്കൻഡ് കാർബൺ ഓർ ദി എൻഡ് കാർബൺ is not in phase. Okay, it is, so this kind of overlap that is happening, one in which it is forming the hydrogen മുകളിലത്തെ ലോബുമായി ബോണ്ട് ഫോർമേഷൻ ചെയ്യുന്നു. അതേ സമയത്ത് ഇറ്റ് ഈസ് സിമെട്രി അലൗഡ് ഓൺലി വിത്ത് ദ ബോട്ടം ലോബ് ഓഫ് ദ അതർ കാർബൺ ആറ്റം. ഓക്കെ, സോ ഇങ്ങനത്തെ ബോണ്ട് ഫോർമേഷൻ നടക്കുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ആൻട്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ ആണ്. സോ ഈ കേസിൽ ആൻട്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ ആണ് സിമെട്രി അലൗഡ്. പക്ഷെ നമുക്കറിയാം ബിക്കോസ് ഇറ്റ്സ് എ 6-member ട്രാൻസിഷൻ സ്റ്റേറ്റ്, ഞാൻ പറഞ്ഞത് 1,5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റിൽ 6-member ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജോമെട്രി ഫോർബിഡൻ ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ ഈ 1,5 സിഗ്മാട്രോപിക് റീഅറേഞ്ച്മെന്റ് വേർ യു ഹാവ് മൈഗ്രേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം. മൈഗ്രേഷൻ ഓഫ് ഹൈഡ്രജൻ ആറ്റം നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തെർമൽ കണ്ടീഷനിലെ ഈ റിയാക്ഷൻ പോസിബിൾ ഉള്ളൂ. ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ ഇത് പോസിബിൾ അല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈവൻ ദോ അത് ആൻട്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ ഇസ് സിമെട്രി അലൗഡ്, ബട്ട് ജോമെട്രി ഡസൻറ്റ് ഫേവർ ദി ആൻട്രാഫേഷ്യൽ ബോണ്ട് ഫോർമേഷൻ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിൽ ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ നടക്കുകയില്ല. അതേ സമയത്ത് ഇവിടെ അഥവാ കാർബൺ മൈഗ്രേഷൻ ആണ് നടക്കുന്നതെങ്കിൽ, okay, if we have carbon migration happening, that is possible because as I discussed in the 1,3 rearrangement, carbon can form bonds with both the lobes. Only thing is, if it is forming bonds with both the lobes, it would lead to inversion of the configuration at the carbon center. And if it is using only one lobe to form bond with the two ends of the pi system, അന്നേരം it would lead to retention in configuration. അത്രേ ഒരു വ്യത്യാസമേ വരത്തുള്ളൂ. അഥവാ ഹൈഡ്രജന് പകരം കാർബൺ ആണ് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലായി. നമുക്ക് ലൈവ് ക്ലാസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.